ഇന്ന് ബിഗ് ബോസിലെ ജിൻഡോയുടെ അച്ഛനും അമ്മയും വന്നത്. ജിൻഡോയുടെ അച്ഛനും വന്ന ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. സാധാരണക്കാർ, നാട്ടുമ്പുറത്തുകാർ, ഒരു പ്രത്യേക ജിൻഡോയെ പോലെ തന്നെ പ്രത്യേക ഒരു വൈബ്. ഈ കഥ പറയുക എന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു. കുടുംബാംഗങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്നതാണ്. അവരുടെ കൊച്ചിലെ അനുഭവിച്ച കട്ടാതകളും ഒക്കെ പറയുക എന്നൊരു ടാസ്ക്കാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അമ്മ പറയട്ടെ എന്നാണ് ജിൻഡോ പറഞ്ഞത്. പക്ഷേ അച്ഛനും കൂടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കഥ പറഞ്ഞു. കഥ പറഞ്ഞത് കഷ്ടപ്പാടിൻ്റെ കഥയാണ്. ജിൻഡോ കൊച്ചിലെ മുതൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ മാർബിളിൻ്റെ പണിക്ക് തൻ്റെ കൂടൊപ്പം വരുമെന്നും അവന് ഒത്തിരി കഷ്ടതകൾ അനുഭവിച്ചതാണെന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ജിൻഡോയുടെ അച്ഛൻ വളരെ ബുദ്ധിപരമായൊരു നീക്കവും നടത്തുന്നുണ്ട്. ഒരു പുറത്തെ ഒരു കാര്യം അതകത്തു പറഞ്ഞു. അത് ബിഗ് ബോസിനെ തന്നെ വെട്ടിലാക്കിക്കൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെ നമ്മൾ അളക്കേണ്ടത്. കാരണം പല വീട്ടുകാർ വന്നപ്പോഴും പല കാര്യത്തിനും ബിഗ് ബോസ് പുറത്തെ കാര്യങ്ങളൊന്നും മത്സരാർത്ഥികളോട് പറയരുത് വാണിങ്ങും ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് യാതൊരുവിധ വാണിങ്ങും കൊടുക്കാൻ പറ്റിയില്ല. കൊടുക്കാൻ പറ്റാത്തത് വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. നാട്ടിൻപുറത്തെല്ലാം തന്നെ ജിൻഡോയെ പറ്റിയുള്ള ഫ്ലെക്സുകളുണ്ട്. അപ്പം പലരും എന്നെ വിളിച്ച് പറയാറുണ്ട് ഈ പ്രാവശ്യത്തെ കപ്പ് ജിൻഡോയ്ക്ക് തന്നെ എന്നുള്ളത്. അത് പലരും ഇങ്ങോട്ട് വരാൻ നേരത്തും പറഞ്ഞ് ജിൻഡോ ചേട്ടനോട് പറയണം ഈ പ്രാവശ്യത്തെ കപ്പ് ജിൻഡോ ചേട്ടന് തന്നെയാണ്. അതൊരു പുറത്തെ ഒരു കാര്യം വളരെ വ്യക്തമായി അദ്ദേഹം ബിഗ് ബോസിനകത്ത് വന്നിരിക്കുകയാണ്. അത് ബിഗ് ബോസിലുള്ള പല മത്സരാർത്ഥികളുടെയും ചങ്കിടിപ്പ് കൂട്ടുന്ന ഒരു സംഭവം കൂടെ ആയിരുന്നു. ഇത് കേട്ടപ്പോൾ പല മത്സരാർത്ഥികളുടെയും മുഖം തന്നെ പെട്ടെന്നങ്ങ് ഡിമ്മായി. ജിൻഡോയ്ക്ക് കപ്പോ എന്നുള്ള രീതിയിലേക്ക്. അപ്പം പുറത്ത് ജിൻഡോയ്ക്ക് ഫാൻസ് ഉണ്ട്. ജിൻഡോയ്ക്കാണ് പുറത്ത് സപ്പോർട്ട് എന്ന് അച്ഛൻ മറ്റുള്ളവരോട് പറഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജിൻഡോയെയും ഒന്ന് ഓർമ്മിപ്പിച്ചു, നിനക്ക് പുറത്ത് നല്ല ഫാൻസ് ഉണ്ട്, നീ ഇതേപോലെ കളിച്ചാൽ മതി എന്ന് ജിൻഡോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലായിട്ടാണ് എനിക്ക് തോന്നിയത്. ബിഗ് ബോസിന് എവിടെ ഇടപെടാൻ പറ്റും? വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കമല്ലേ അദ്ദേഹം നടത്തിയത്. അപ്പോൾ ബിഗ് ബോസിന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം കൊണ്ട് ചെന്ന് എത്തിച്ചു എന്നുള്ളതാണ്. ഇതുപോലെ വേണം വീട്ടുകാർ ബിഗ് ബോസ് പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് പുറത്തെ കാര്യങ്ങൾ വളരെ വ്യക്തമായി അകത്ത് പറയുകയും തൻ്റെ മകനെ അത് ധരിപ്പിക്കുകയും ചെയ്യാൻ പ്രേരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ബുദ്ധി അപാരം തന്നെ.